ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിനങ്ങളിലാണ് നാം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള അന്ന എന്ന പ്രവാചിക രക്ഷകനായി ജനിച്ച യേശുവിനെ വെളിപ്പെടുത്തുന്നതാണ്. 84 വയസ്സുള്ള അന്ന എന്ന പ്രവാചിക ഇസ്രയേലിൻ്റെ രക്ഷ കാത്തു കഴിയുന്നവരുടെ പ്രതീകമാണ്. ഭക്തരായ എല്ലാ ഇസ്രയേൽക്കാരുടെയും പ്രതീകമാണ്. സ്ത്രീകളിൽ അന്നയെക്കുറിച്ച് മാത്രമേ പ്രവാചിക എന്ന സംബോധന ഉപയോഗിച്ചിട്ടുള്ളൂ. അവൾ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രതീകമാണ്. വൃദ്ധരായിരുന്ന ശിമയോനും അന്നയും ഇസ്രയേൽ മുഴുവൻ കാത്തിരുന്ന രക്ഷ ശിശുവായ യേശുവാകുന്നുവെന്ന് ഇസ്രയേലിനോട് പ്രഘോഷിക്കുന്നു. ജെറുസലേമിൻ്റെ രക്ഷ ഇസ്രയേലിൻ്റെ മുഴുവൻ രക്ഷയാണ്. യെശയ്യായുടെ പുസ്തകം 52:9 പറഞ്ഞിരിക്കുന്നു, ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ, കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. യേശു രക്ഷകനാണെന്നും രക്ഷയ്ക്കായി ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്നും പ്രവാചികയായ അന്നയിലൂടെ വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്നു. വിശുദ്ധ അംബ്രോസ് പറഞ്ഞിരിക്കുന്നു, എല്ലാ ജനതകളുടെയും രക്ഷകൻ വന്നിരിക്കുന്നു എന്നാണ് അന്ന പ്രഖ്യാപിക്കുന്നത്. ആകയാൽ അവളുടെ ജീവിതത്തിൻ്റെ 84 കൊല്ലങ്ങൾ ലൂക്ക സൂചിപ്പിക്കുന്നത് ലക്ഷ്യമില്ലാതെയല്ല, മറിച്ച് കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും കാലമാണ്. സഭാപിതാവായ ഒരിജിൻ പറഞ്ഞിരിക്കുന്നു, സ്ത്രീകളും രക്ഷിക്കപ്പെടണമെന്നത് അത്യാവശ്യമായതുകൊണ്ട് ശിമയോന് ശേഷം ഒരു പ്രവാചിക കടന്നു വരുന്നു. വിശുദ്ധ ഗ്രന്ഥം അവളെക്കുറിച്ച് പറയുന്നു, ഫനുവേലിൻ്റെ പുത്രിയും ആശീർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ശിമയോൻ വന്നു. അവൻ കുട്ടിയെ എടുക്കുകയും തൻ്റെ കൈകളിൽ പിടിക്കുകയും ചെയ്തു. അതിനുശേഷം സ്ത്രീ വന്നു. അവളുടെ കൃത്യമായ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല, എങ്കിലും പൊതുവായ വാക്കുകളിൽ വിവരണം പറയുന്നു. അവൾ ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. സ്ത്രീ പുരുഷ സമാന്തരത വ്യക്തമാക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ശിമയോനെയും അന്നയെയും അവതരിപ്പിച്ചുകൊണ്ട് രക്ഷകന് അവർ സാക്ഷ്യം വഹിക്കുന്നതോടൊപ്പം സ്ത്രീയും പുരുഷനും ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ കൈവന്ന രക്ഷയിൽ തുല്യ പങ്കാളികളാണ് എന്ന് വ്യക്തമാക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 39-40 വചനങ്ങളിൽ യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ വാക്യങ്ങൾ യേശുവിൻ്റെ ശൈശവകാല വിവരണ ഉപസംഹാരമായും യേശു പരസ്യ ജീവിതം ഗലീലയിൽ തുടങ്ങാനുള്ള സാഹചര്യവും ഒരുക്കുന്നു. 1 സാമുവേലിൻ്റെ പുസ്തകം 2:20 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ എൽക്കാനയും ഹന്നായും ദൈവാലയത്തിൽ നിന്ന് തിരിച്ചു പോയതുപോലെ യേശുവിൻ്റെ മാതാപിതാക്കന്മാരും നിയമപ്രകാരം എല്ലാം ചെയ്ത ശേഷം ശിശുവിനെയും കൊണ്ട് സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ ശുശ്രൂഷ ആരംഭിക്കാനായി യേശു അവിടെ വളരുകയും ഒരുങ്ങുകയും ചെയ്തു. യേശുവിൻ്റെ വളർച്ചയും പഴയ നിയമത്തിലെ സാംസൻ്റെയും സാമുവേലിൻ്റെയും വളർച്ചയും തമ്മിൽ ബന്ധം കാണാം. 1 സാമുവേൽ 2:26 രേഖപ്പെടുത്തിയിരിക്കുന്നു, ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. 1 സാമുവേൽ 3:19 രേഖപ്പെടുത്തുന്നു, സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. സ്നാപക യോഹന്നാൻ്റെ വളർച്ചയുമായും യേശുവിൻ്റെ വളർച്ചയ്ക്ക് സാമ്യമുണ്ട്. ലൂക്ക 1:80 പറഞ്ഞിരിക്കുന്നു, ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രയേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. സ്നാപക യോഹന്നാൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ നിന്നും വികസിതമായ രീതിയിലാണ് യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് വിശുദ്ധ ലൂക്ക വിവരിക്കുന്നത്. ലൂക്ക 2:52 യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശുവിൻ്റെ വളർച്ച സമഗ്രമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ജ്ഞാനത്തിൽ വളർന്ന പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടതിൻ്റെ സമഗ്രത ഇവിടെ സൂചിപ്പിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 11:1-2 വചനങ്ങളിൽ ദാവീദിൻ്റെ പിന്തുടർച്ച അവകാശിയുടെ മേൽ, അതായത് ക്രിസ്തുവിൻ്റെ മേൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് വസിക്കുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ
11:2 പറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. യെശയ്യായുടെ പ്രവചനം യേശുവിൽ നിറവേറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ലൂക്ക 2:47 ബാലനായ യേശുവിൻ്റെ ജ്ഞാനത്തിൽ ദേവാലയത്തിലെ ശ്രോതാക്കൾ വിസ്മയിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായ സോളമൻ്റെ ജ്ഞാനത്തെ വെല്ലുന്ന രീതിയിൽ യേശു ജ്ഞാനത്തിൽ വളർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന് എങ്ങനെ വളരാൻ സാധിക്കും? മാലാഖമാർക്കും മനുഷ്യർക്കും ജ്ഞാനം നൽകുന്നവന് എങ്ങനെ പുതിയ അറിവ് സ്വീകരിക്കുവാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവിടെ ജ്ഞാനത്തിൽ വളർന്നു എന്നത് അവിടുത്തെ ശരീരം കൈവരിച്ച പ്രായത്തിന് ആനുപാതികമായി ദൈവത്തിൻ്റെ വചനം തൻ്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തി എന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.